നമസ്കാരം. ശ്രീജിത്ത് പണിക്കർ, ചാനൽ ചർച്ചയിലെ നിറ സാന്നിധ്യം. ഞാൻ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ സ്നേഹിക്കുകയും ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. കാരണം അദ്ദേഹം സാധാരണഗതിയിൽ കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി പഠിച്ച് നിഷ്പക്ഷമായി നല്ല ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരു മാന്യനായ വ്യക്തി ആണ്. എന്നാൽ അടുത്ത കാലത്ത് നിമിഷപ്രിയ വിഷയത്തിൽ തന്റെ നീതിബോധം നിമിഷപ്രിയയ്ക്ക് ഒപ്പം അല്ല എന്നും അവർ കുറ്റക്കാരിയാണെന്നും അവരെ യമനിൽ നിലവിലുള്ള നിയമപ്രകാരം ശിക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സുപ്രീം കോടതി തന്നെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. അതായത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് വളരെ സങ്കടകരമായ ഒരു കാര്യമായിരിക്കും എന്നാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത്. അവിടെ തന്നെ പണിക്കരുടെ നീതിബോധം തകർന്നു വീഴുകയാണ് ഉണ്ടായത്. നമുക്കേവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാൽ തൻ്റെ അഭിപ്രായം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനോ അതിൻ്റെ പുറത്ത് അവരെ വെല്ലുവിളിക്കാനോ ആർക്കും തന്നെ അർഹതയില്ല. എന്നാൽ ഈ വിഷയത്തിൽ പണിക്കർ ഒരു വെല്ലുവിളി നടത്തുകയുണ്ടായി. വേറൊരു വെല്ലുവിളി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് ഈ നിമിഷപ്രിയ വിഷയത്തിൽ അതിൻ്റെ ലീഗലായിട്ടുള്ള ആസ്പെക്റ്റുകളെക്കുറിച്ച്, അതിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ആസ്പെക്റ്റുകളെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച് ഒക്കെ വേണമെങ്കിൽ നമുക്കൊരു ചർച്ചയാവാം. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഉന്നയിക്കുന്ന 2-3 പ്രധാന പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായി നിമിഷപ്രിയയ്ക്ക് മനുഷ്യാവകാശമായ ഫെയർ ട്രയൽ കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അവർക്കെതിരെയുള്ള കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കപ്പെട്ടോ എന്നാണ്. എങ്കിൽ അവർ വധശിക്ഷയ്ക്ക് അർഹയാണോ എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം. പണിക്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 വീഡിയോകൾ ചെയ്യുകയുണ്ടായി. ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത് അദ്ദേഹം തൻ്റെ വീഡിയോകളിൽ പറഞ്ഞ അതേ വാക്കുകളും സെന്റൻസും ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആണ്. അതല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഇവിടെ കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി അത് തെറ്റാണ്. രണ്ടാമതായിട്ട് എൻ്റെ വീഡിയോയുടെ ദൈർഘ്യം വളരെ അധികം കൂടാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന സംശയം ഉള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ട് അത് ബോധ്യപ്പെടാവുന്നതാണ്. പണിക്കർ പറയുന്നുണ്ട് നീതിബോധം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ് എന്ന്. അതായത് ലോകത്തെമ്പാടും ഉള്ള നീതിബോധം ഒന്നാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. നമുക്ക് ഇന്ത്യയിൽ ആലോചിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളിന് പ്രസിഡന്റ് ദയാഹർജി പരിഗണിച്ച് ക്ലെമൻസി അനുവദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു കാരണവശാലും തൂക്കിക്കൊല്ലില്ല. എന്നാൽ യമനിലെ സ്ഥിതി അതല്ല. അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അതിനുശേഷം പ്രസിഡന്റ് ക്ലെമൻസി നൽകിയാൽ പോലും അതിനുശേഷവും വധശിക്ഷ നടപ്പാക്കിയ കേസുകൾ ഉണ്ട്. അതുപോലെ തന്നെ നാം ഇപ്പോൾ ഈ ബ്ലഡ് മണിയുടെ കാര്യം പറയുന്നു. അവിടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്ലഡ് മണി സ്വീകരിച്ചതിനു ശേഷവും വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ട ആൾക്കാരുണ്ട്. അവിടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് പല വിധത്തിൽ ആണ്. വെടിവെച്ചാകാം, തൂക്കിക്കൊന്നിട്ടാകാം, പട്ടിണിക്കിട്ടാകാം, അവസാനം കഴുത്ത് വരെ മണ്ണിട്ട് മൂടിയതിനു ശേഷം കല്ലെറിഞ്ഞും കൊല്ലാം. ആ രീതി വരെ ഇപ്പോഴും അവിടെ നിയമ പ്രാബല്യത്തിൽ ആണ്. കൂടാതെ അവിടുത്തെ നിയമ സംവിധാനം അനുസരിച്ചിട്ട് അവിടെ മുസ്ലിംസിനും നോൺ മുസ്ലിംസിനും 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് സാധാരണഗതിയിൽ കോടതിയിൽ നിന്നും കിട്ടുക. അപ്പോൾ ഇത്രയും പ്രാകൃതവും നീചവും ക്രൂരവും ഒക്കെ ആയ വധശിക്ഷകളുടെ പുറത്താണോ പണിക്കർ തന്റെ നീതിബോധം ഉറപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ നിമിഷപ്രിയയുടെ അന്തിമ വിധി എന്തായിരിക്കും എന്ന് ഒന്ന് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. കാരണം അത് എന്തും തന്നെ ആകാം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും തുടർന്ന് രാഹുൽ ഈശ്വർ തൻ്റെ വീഡിയോയിലും നിമിഷപ്രിയയ്ക്ക് തലാലിനെ വധിക്കാനുള്ള മെൻസറിയ അല്ലെങ്കിൽ കുറ്റകരമായ മനസ്സ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയുണ്ടായി. എന്നാൽ അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് ആ കേസ് അന്വേഷണം ചെയ്ത ഉദ്യോഗസ്ഥനെ പോലെ അല്ലെങ്കിൽ ആ കേസ് വിചാരണ നടത്തിയ ജഡ്ജിയെ പോലെ തോന്നിപ്പിക്കും വിധം വളരെ ആധികാരികമായിട്ട് അതിനെയൊക്കെ വീണ്ടും അടിസ്ഥാനരഹിതമായി ശ്രീജിത്ത് പണിക്കർ
ഖണ്ഡിക്കാനാണ് ശ്രമിച്ചത്. അതായത് രാഹുൽ ഈശ്വർ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആസൂത്രിതമായിട്ടൊന്നുമില്ല, മറിച്ച് ഇഞ്ചക്ഷൻ്റെ ഒരു ഓവർഡോസ് വന്നിരിക്കുന്നു, ഒരു മെഡിക്കൽ എറർ സംഭവിച്ചിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൊല്ലണം എന്നുള്ള മോട്ടീവ് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഞാൻ ഈ പോയിന്റ് അങ്ങ് മിസ് ചെയ്തു പോയി, ആ പോയിന്റ് ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ രാഹുൽ ഈശ്വറിനോട് പൂർണ്ണമായി യോജിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല ശ്രീ രാഹുൽ കാര്യങ്ങൾ. ഈ കാര്യത്തിനെ പറ്റിയൊക്കെ ഞാൻ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കിഴിച്ചും ഒക്കെ ആലോചിച്ച് നോക്കിയതിന് ശേഷമാണ് അഭിപ്രായം പറഞ്ഞത്. താങ്കൾ ഈ പറഞ്ഞ കാര്യവും ഞാൻ അവിടെ പരിഗണിച്ചതാണ്. നിമിഷപ്രിയ കൊലപാതകം എന്ന കുറ്റം ചെയ്തു എന്നും അത് അവിടുത്തെ നിയമപ്രകാരം അവിടുത്തെ കോടതികളുടെ മുന്നിൽ അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടു എന്നും അതിനാൽ തന്നെ അവിടുത്തെ നിയമം അനുസരിച്ച് നിമിഷപ്രിയയെ ശിക്ഷിക്കണം എന്നും ആണ് ഷഹീദ് പണിക്കരുടെ വാദം. നാം ഇത്തരം കാര്യങ്ങളെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ. അഥവാ എന്തെങ്കിലും മുൻധാരണയോടുകൂടി നാം ഇത്തരം വിഷയങ്ങളെ സമീപിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരുപക്ഷെ തെറ്റുപറ്റി എന്ന് വരാം, സത്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും വരാം. പണിക്കർ തന്റെ നിഗമനങ്ങളിൽ നീതിബോധത്തിൽ എത്തിച്ചേരാൻ വേണ്ടി അടിസ്ഥാനപ്പെടുത്തിയത് 2 തത്വങ്ങളാണ്. ഒന്ന് ഗൂഢാലോചന സിദ്ധാന്തം, 2 മെൻസ്രിയ സിദ്ധാന്തം. ഒരു ഗൂഢാലോചനയുടെ തുടക്കമാണ് ഇനി പറയുന്ന ഭാഗങ്ങൾ. ഇത് എൻ്റെ വാക്കുകളല്ല, നിമിഷപ്രിയയുടെ തന്നെ വാക്കുകളാണ്. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ സഹായിക്കാമെന്ന് ഏറ്റു. ഇദ്ദേഹത്തെ അനസ്തേഷ്യ നൽകി ബോധം കെടുത്തി നൽകിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഡിവോഴ്സിന് സമ്മതിപ്പിച്ച് ഭാര്യയല്ലെന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങാമെന്നുമായിരുന്നു തീരുമാനം. ആ 2 സിദ്ധാന്തങ്ങളെയും വസ്തുനിഷ്ഠമായി പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ പിന്നിലുള്ള ലക്ഷ്യം. അദ്ദേഹം വളരെയധികം പോയിന്റ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉയർത്തിയിട്ടുണ്ട് എങ്കിലും എനിക്ക് അതിനെല്ലാം തന്നെ വ്യക്തവും സ്പഷ്ടവുമായ ഉത്തരങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും ആ വിഷയങ്ങളൊന്നും എനിക്ക് ഇവിടെ തൽക്കാലം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയുടെ ദൈർഘ്യം വളരെ അധികം കൂടിപ്പോകും. ശ്രീജിത്ത് തന്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന്. എനിക്കും അദ്ദേഹത്തോട് അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പണിക്കർ എങ്ങനെയാണ് വിവരശേഖരണം നടത്തിയതെന്നും തന്റെ അറിവ് നേടിയതെന്നും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നു. അതായത് 2020 മനോരമ ഓൺലൈനിൽ സിബി നിലമ്പൂർ എന്ന ഒരു പത്രപ്രവർത്തകന്റെ റിപ്പോർട്ട് അദ്ദേഹം കാണാനിടയായി. തന്റെ നീതിബോധവും തന്റെ കണ്ടെത്തലുകളും നിഗമനങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു റിപ്പോർട്ടിനെ മാത്രം ആശ്രയിച്ചാണെന്ന് പണിക്കർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് മറ്റെങ്ങും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, ഏതെങ്കിലും ട്രാൻസ്ലേറ്ററുടെ അഭാവം കൊണ്ട് പ്രൂവ് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യമല്ല, മറിച്ച് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായിട്ടുള്ള മനോരമയ്ക്ക് അവർ ജയിലിൽ നിന്ന് നൽകിയ അഭിമുഖത്തിൽ അവർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഇനി ഇവരെ ന്യായീകരിക്കുന്ന ആൾക്കാർ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും എന്നാണ് എനിക്കറിയാനുള്ളത്. എന്നാൽ സിബി നിലമ്പൂരിന് അത്തരത്തിൽ ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് സാധ്യമായത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പണിക്കർ സംശയം ഉയർത്തുന്നുണ്ട്. എന്നാലും പണിക്കർ പറയുന്നത് ഈ റിപ്പോർട്ട് വന്നത് മനോരമയിലാണ്, അതുകൊണ്ട് നമുക്കതിനെ കണ്ണുമടച്ച് വിശ്വസിക്കാം. മറ്റ് മാധ്യമങ്ങളെല്ലാം തന്നെ തെറ്റായ നറേറ്റീവ്സ് ആണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സംശയമുള്ളവർക്ക് ഇതൊക്കെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കയറി കാണാവുന്നതാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട കോടതി രേഖകളോ വിധിന്യായങ്ങളോ ഇന്ത്യയിൽ ഒരുപക്ഷെ ആരും തന്നെ ഇതുവരെ കണ്ടു കാണത്തില്ല. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഒരു വക്താവ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, അവർക്ക് പോലും ആ കേസിന്റെ വിധിന്യായങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പണിക്കരും അത്തരം ഒരു രേഖകളും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നും ഉണ്ട്. ഇനി നമുക്ക് ആ റിപ്പോർട്ട് തയ്യാറാക്കിയ സിബി നിലമ്പൂരിന്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാം. 2020 എനിക്ക് നിമിഷപ്രിയയുമായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായത്. അപ്പം നിമിഷപ്രിയയുടെ നമ്പർ എനിക്ക് ഈ മരിയ കൃപ എന്ന് പറഞ്ഞ പെൺകുട്ടി തന്നു. ഒട്ടിമൊക്കെ പോലെ ഇന്റർനാഷണൽ കോൾ ചെയ്യുന്ന ഒരു ആപ്പിൽ നിന്നാണ് കോൾ വരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു. അങ്ങനെയാണ് പിന്നെ എനിക്കൊന്ന് അരമണിക്കൂറിലധികം അവരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. പക്ഷേ ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് പിന്നീട് മാധ്യമങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആകുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല.
കൊലപാതകം നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പം ഉണ്ടായ ഒരു പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊലപ്പെടുത്തണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല അത്. നോക്കൂ, ആ റിപ്പോർട്ടർ തന്നെ പറയുന്നു നിമിഷപ്രിയയ്ക്ക് ഈ തലാലിനെ വിഷം കൊടുത്ത് കൊല്ലാനുള്ള മെൻസറിയ ഉണ്ടായിരുന്നില്ല എന്ന്. എന്നിട്ടും അതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പണിക്കർ കണ്ടെത്തുന്നത് അല്ല, നിമിഷപ്രിയയ്ക്ക് തലാലിനെ വിഷം കൊടുത്ത് കൊല്ലാനുള്ള മെൻസറിയ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നാം മനസ്സിലാക്കേണ്ടത് യമനിലെ സന എന്ന് പറയുന്ന സ്ഥലത്തെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധേയ ആക്കപ്പെട്ട് നിമിഷപ്രിയ കിടന്നിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു ഇന്റർവ്യൂ 2020 എടുത്തു എന്ന് പറയുന്നത്. അങ്ങനെ ആണ് എങ്കിൽ ജയിൽ അധികാരികളുടെ അറിവും സമ്മതവും ഇല്ലാതെ അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ? രണ്ടാമതായിട്ട് സിബി നിലമ്പൂർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയ അദ്ദേഹത്തെ യമനിലെ ജയിലിൽ നിന്നും വിളിച്ചു എന്നാണ്. എങ്ങനെ അത് സാധ്യമായി? എന്തുകൊണ്ട് നിമിഷപ്രിയ സിബി നിലമ്പൂരിനെ തന്നെ വിളിച്ചു? അത്തരത്തിലുള്ള ഒരു വിളി സെൻസർ ചെയ്യപ്പെട്ടില്ലായിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു സാധ്യതയും ഉണ്ട്. നിമിഷപ്രിയ തന്നെ സ്വന്തം കുറ്റം സമ്മതിച്ചു എന്ന് ലോകത്തെ ധരിപ്പിക്കാനായി ഒരുപക്ഷെ യമനിലെ അധികാരികൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇന്റർവ്യൂ ആയിക്കൂടെ അത്? നാം ഓർക്കണം, അത്തരം അവസ്ഥകളിൽ ജയിലിൽ നിന്ന് പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷനോ പുറത്തു നിന്നും അകത്തേക്കുള്ള കമ്മ്യൂണിക്കേഷനോ എല്ലാം തന്നെ സെൻസർ ചെയ്യപ്പെടും. ഇത്തരം അവസ്ഥകളിൽ ഒരു ഡെത്ത് റോയിൽ കഴിയുന്ന ഒരാൾക്ക് കേസ് സംബന്ധമായ വിഷയങ്ങൾ പുറം ലോകവുമായി ചർച്ച ചെയ്യാൻ ഒരു നീതിന്യായ വ്യവസ്ഥകളും അനുവദിക്കുന്നില്ല. ആ വ്യക്തിക്ക് വേണമെങ്കിൽ തന്റെ വക്കീലുമായി സംസാരിക്കാം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിന് പോലും ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിർബന്ധമാണ്. പക്ഷേ ഇവിടെ അരമണിക്കൂറിലേറെ സമയമാണ് നിമിഷപ്രിയ സിബി നിലമ്പൂരും ആയി ഇന്റർവ്യൂ നടത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യങ്ങളൊന്നും തന്നെ ഷഹീദ് പണിക്കർ ശ്രദ്ധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു സംശയം ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എത്തിച്ചേർന്ന നീതിബോധത്തിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം അത്തരം കാര്യങ്ങളെ ഒക്കെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത്രയും ചിന്താശക്തിയുള്ള ബുദ്ധിശാലിയായ വിവേകശാലിയായ പണിക്കർക്ക് ഈ അബദ്ധം എങ്ങനെ പറ്റി എന്നുള്ള കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതായത് ഷഹീദ് പണിക്കർ തന്റെ നീതിബോധത്തെ, നിഗമനങ്ങളെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് 2020 മനോരമ ഓൺലൈനിൽ സിബി നിലമ്പൂർ എന്ന ഒരു റിപ്പോർട്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ്. ഞാൻ ആ റിപ്പോർട്ടിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഷഹീദ് പണിക്കർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ ആ റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടും പണിക്കർ ഉന്നയിക്കുന്നത് 2 പോയിന്റ്സ് ആണ്. അതായത് ഒന്നാമതായി 3 പേർ ചേർന്ന ഒരു ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നു. 2, നിമിഷപ്രിയ ഈ തലാലിന് മയക്കുമരുന്ന് നൽകുന്ന വേളയിൽ അവർക്ക് അദ്ദേഹത്തെ മയക്കണമെന്നായിരുന്നില്ല, മറിച്ച് കൊല്ലണമെന്ന മെൻസറിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 പോയിന്റുകളെയും ആണ് ഇവിടെ ഞാൻ പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ച മറ്റെല്ലാ വിഷയങ്ങൾക്കും എനിക്ക് വ്യക്തമായ മറുപടി ഉണ്ട്. പക്ഷേ അതിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ അനന്തമായി നീണ്ടുപോകും. ഇന്ത്യ മഹാരാജ്യത്ത് ഒരാളെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ഉള്ള കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കപ്പെടണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ സാധിക്കൂ. അതല്ല, എന്തെങ്കിലും സംശയം ഉണ്ടായാൽ ദ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഗോസ് ടു ദ അക്യൂസ്ഡ് ആൻഡ് നോട്ട് ടു ദ പ്രോസിക്യൂഷൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഏറെയാണ്. എന്നാൽ യമനിലെ അവസ്ഥ എന്താണ്? ആദ്യമായി തന്നെ സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ അക്യൂസ്ഡിനെ വളരെ ക്രൂരമായ കഠിനമായ ഇന്ററോഗേഷന് വിധേയം ആക്കുന്നു. അതിനുശേഷമാണ് കോടതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അസന്നിഗ്ധമായി ആ ഒരു അക്യൂസ്ഡ് പേഴ്സൺ കുറ്റവാളി അല്ല എന്ന് തെളിഞ്ഞാൽ മാത്രമേ അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കൂ.
അതാണ് ഇവിടുത്തെ നീതി സംവിധാനവും യമനിലെ നീതി സംവിധാനവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പറയുന്നു, പണിക്കരുടെ നീതിബോധം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ് എന്നുള്ള കാര്യം എനിക്ക് സമ്മതിക്കാൻ സാധ്യമല്ല. കാരണം ഒരാളുടെ നീതിബോധം എന്ന് പറയുന്നത് പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കുന്നു. അതായത് രാജ്യം, ഏത് രാജ്യമാണെന്നുള്ളത്, ഏത് മതത്തിൽ ആണ് ഒരാൾ വിശ്വസിക്കുന്നത് എന്നുള്ളത്, ഒരാളുടെ കുടുംബം, പാരമ്പര്യം, സാമൂഹ്യ വ്യവസ്ഥിതി, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവയെ ഒക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും ഒരാളുടെ നീതി ബോധം പ്രവർത്തിക്കുക. അത് ലോകത്തിന്റെ പല ഭാഗത്തും പല രീതിയിൽ ആയിരിക്കുകയും ചെയ്യും. നമുക്ക് നോർവേയുടെ കേസ് എടുക്കാം. അവിടെ വധശിക്ഷയേ ഇല്ല. അവിടുത്തെ നീതിബോധം വളരെ ആധുനികമാണ്, ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കരുടെ ഈ നീതിബോധം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണെന്നുള്ള കണ്ടുപിടുത്തം ശുദ്ധ ഭോഷ്കാണ് എന്നല്ലാതെ മറ്റൊന്നും തന്നെ പറയാനില്ല. ആദ്യമായി നമുക്ക് ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് വരാം. പണിക്കർ പറയുന്നു, നിമിഷപ്രിയയും ഒരു ജയിൽ ഉദ്യോഗസ്ഥരും നിമിഷപ്രിയയുടെ കൂട്ടുകാരിയായ ഹനാൻ എന്ന് പറയുന്ന മറ്റൊരു നേഴ്സും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുന്നു. എന്തായിരുന്നു ആ ഗൂഢാലോചന? എന്നെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് തലാൽ അഥവാ നിമിഷപ്രിയയെ ചികിത്സയ്ക്കായി സമീപിക്കുക ആണ് എങ്കിൽ ആ അവസരത്തിൽ നിമിഷപ്രിയ തലാലിനെ മയക്കണം, പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കണം. അദ്ദേഹം വന്നിട്ട് മയങ്ങിക്കിടക്കുന്ന തലാലിനെ അഡക്റ്റ് ചെയ്ത് തട്ടിക്കൊണ്ടു പോകും. കൊണ്ടുപോയതിനു ശേഷം അയാൾക്ക് ബോധം തെളിയുന്ന വേളയിൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിനു ശേഷം നിമിഷപ്രിയയുടെ പാസ്പോർട്ട് മടക്കി വാങ്ങുന്നു. രണ്ടാമതായിട്ട് അനധികൃതമായ രീതിയിൽ, വ്യാജമായ രീതിയിൽ തലാൽ നിമിഷപ്രിയയെ വിവാഹം കഴിച്ചു എന്ന് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിനെയും ഇല്ലാതാക്കും. അതിനു വേണ്ടിയിട്ടായിരുന്നു ഗൂഢാലോചന നടത്തിയത് എന്നാണ് പണിക്കർ പറയുന്നത്. അപ്പോൾ ആ ഗൂഢാലോചന സിദ്ധാന്തം ശരിയായിരുന്നു എങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെങ്കിലും അവസരം കിട്ടുന്ന വേളയിൽ തലാലിനെ മയക്കി ജയിൽ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുക എന്നുള്ളത് ആയിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നാം ആലോചിക്കുക, ഈ മയക്കുന്നതിന് പകരം തലാലിനെ കൊല്ലുക ആണ് എങ്കിൽ എങ്ങനെയാണ് നിമിഷപ്രിയയ്ക്ക് ഈ പാസ്പോർട്ട് തിരികെ ലഭിക്കുക? എങ്ങനെയാണ് ഏതോ ഒരു ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ വ്യാജമാണെങ്കിൽ പോലും ഉള്ള ഒരു മാരേജിന്റെ റെക്കോർഡുകൾ നശിപ്പിക്കാൻ സാധിക്കുക? അവിടെ തന്നെ നമുക്ക് 100% അത്തരത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് പോലും ഉള്ള ഒരു നിഗമനത്തിൽ എത്താൻ കഴിയില്ല. രണ്ടാമതായി മെൻസ്രിയ സിദ്ധാന്തം. അതായത് പണിക്കർ പറയുന്നു, മയക്കുക ആയിരുന്നില്ല ലക്ഷ്യം, കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അവിടെ തന്നെ പണിക്കരുടെ ഗൂഢാലോചന തിയറി അവിടെ എന്താണ് തീരുമാനിച്ചത്? മയക്കുക. ഇവിടെ വന്നിട്ട് പണിക്കർ പറയുന്നു നിമിഷപ്രിയയ്ക്ക് കൊല്ലാനുള്ള ഉദ്ദേശ്യം ആണ് ഉണ്ടായിരുന്നത് എന്ന്. അവിടെ തന്നെ ഈ ഗൂഢാലോചന സിദ്ധാന്തവും ഈ മെൻസ്രിയ സിദ്ധാന്തവും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയിരിക്കെ ഒരു ദിവസം തലാൽ ചികിത്സയ്ക്കായി നിമിഷപ്രിയയെ സമീപിക്കുന്നു. പണിക്കരുടെ അഭിപ്രായത്തിൽ ആണ് എങ്കിൽ ഈ അനസ്തേഷ്യ നൽകുന്ന കാര്യത്തിൽ അതിവിദഗ്ധയായ നിമിഷപ്രിയ ആദ്യം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഡോസ് മരുന്ന് തലാലിൽ കുത്തിവയ്ക്കുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ആ വ്യക്തിയുടെ ബോധം നശിക്കുന്നില്ല. തുടർന്ന് വീണ്ടും നിമിഷപ്രിയ മറ്റേതോ വീര്യം കൂടിയ ഒരു മരുന്ന് 5 ഡോസ് കൂടുതൽ സിറിഞ്ചിൽ എടുത്ത ശേഷം തലാലിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. തലാൽ മരിക്കുന്നു. അതുകൊണ്ട് പണിക്കർ പറയുന്നു നിമിഷപ്രിയയ്ക്ക് തലാലിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശ്യം ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. എന്നാൽ വീര്യം കൂടിയ 5 ഡോസ് ഇരട്ടി മരുന്ന് കുത്തിവെച്ചു എന്ന് പണിക്കർ എവിടെ നിന്നാണ് ഗണിച്ചെടുത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ മനോരമ ഓൺലൈൻ റിപ്പോർട്ടിൽ അങ്ങനെയുള്ള ഒരു കാര്യം പരാമർശിക്കപ്പെടുന്നില്ല. പണിക്കർ തന്റെ 3 വീഡിയോകളിലും ഈ നിമിഷപ്രിയയ്ക്ക് അനസ്തേഷ്യ നൽകുന്നതിലുള്ള പ്രാഗൽഭ്യത്തെക്കുറിച്ചിട്ട് വാനോളം പുകഴ്ത്തുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തി 10ാം ക്ലാസ് പോലും പാസ്സായിട്ടുള്ള ഒരാൾ അല്ല എന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത്. അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്, അതായത് നിമിഷപ്രിയ BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാളല്ല, അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിയും അല്ല. അവർ
എവിടെ നിന്നോ ഏതെല്ലാമോ രീതിയിൽ എന്തൊക്കെയോ ഡിപ്ലോമകൾ കരസ്ഥമാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് യമനിലേക്ക് പറന്നു. നാം ആലോചിക്കണം, അവിടെ ഇതുപോലെ നിമിഷപ്രിയയെ പോലെ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് പോലും സ്വന്തമായിട്ട് അവിടെ ക്ലിനിക്ക് നടത്താനും ഒരു ഡോക്ടറുടെ ജോലി ചെയ്യാനും ഉള്ള സൗകര്യം ഉണ്ട് എങ്കിൽ യമനിലെ ആരോഗ്യ മേഖലയിലെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് എന്തെല്ലാം ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം എത്രമാത്രം ശ്രദ്ധയോടെ എത്രമാത്രം ക്വാളിഫിക്കേഷനുള്ള ഡോക്ടേഴ്സാണോ ഈ അനസ്തേഷ്യ നൽകുന്നത്. പണിക്കർ എന്നെങ്കിലും ഈ നിമിഷപ്രിയയെ പോലെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയെ കൊണ്ട് തന്റെ ശരീരത്തിൽ അനസ്തേഷ്യ നൽകാൻ സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ല എന്നുള്ള കാര്യം അല്ലേ സത്യം. എന്നിട്ടും പണിക്കർ ഈ നിമിഷപ്രിയയുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട് വാനോളം പുകഴ്ത്തി ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് തന്റെ സിദ്ധാന്തവുമായിട്ട് മുന്നോട്ട് പോകാൻ പിന്നെ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എന്തായാലും പണിക്കരോട് നമുക്കും യോജിക്കാം. നിമിഷപ്രിയയ്ക്ക് ഈ അനസ്തേഷ്യ നൽകുന്ന കാര്യത്തിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് പണിക്കരോട് മറ്റു ചില ചോദ്യങ്ങൾ ഉണ്ട്. അതായത് പണിക്കർ പറയുന്നത് ഈ നിമിഷപ്രിയയ്ക്ക് തലാലിനെ കൊല്ലാനുള്ള മാനസികാവസ്ഥയാണ് മിൻസ്രിയയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അതിപ്രഗത്ഭയായ നിമിഷയ്ക്ക് ആദ്യമേ തന്നെ ഓവർഡോസ് മരുന്നെടുത്തിട്ട് എന്തും വരട്ടെ എന്ന് കരുതി, അതായത് കൊല്ലാൻ പോവുകയല്ലേ, ഒരൊറ്റ കുത്തങ്ങ് കുത്തിയാൽ പോരായിരുന്നു പണിക്കരെ? എന്തിനാണ് അവരവിടെ ചാൻസ് എടുത്തത്? വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് കിട്ടും എന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും അവിടെ ചിന്തിക്കുമോ? സപ്പോസ് നമുക്ക് ഒരാളെ കുത്തിക്കൊല്ലണം, നമ്മൾ ആദ്യം കത്തി എടുത്തിട്ട് ഒരു ചെറിയ കുത്തു കുത്തിയിട്ട് അയാൾ മരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കൂ, അതോ ആദ്യമേ തന്നെ ഒരു കുത്തങ്ങ് കുത്തുമോ? അപ്പോ ഇവിടെ പണിക്കരുടെ ഈ സിദ്ധാന്തം ലോജിക്കുമായിട്ട് യോജിക്കുന്ന ഒന്ന് അല്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? ആദ്യം ഒരു ഡോസ് മരുന്ന് നൽകുന്നു, എന്തൊക്കെയോ കാരണങ്ങളാൽ ഈ തലാലിന്റെ ബോധം പോകുന്നില്ല. അതിനുശേഷം ഒരു ഡോസ് മരുന്ന് കൂടി കൊടുക്കുന്നു, തലാൽ മരണപ്പെടുന്നു. അപ്പോൾ നിമിഷപ്രിയയ്ക്ക് 2 പ്രാവശ്യം അനസ്തേഷ്യ നൽകേണ്ടി വന്നു എന്നുള്ളത് തന്നെ തെളിയിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്ന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ പണിക്കർ പറയുന്നത് പോലെ ഈ നിമിഷപ്രിയയ്ക്ക് തലാലിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശ്യം ഉണ്ടായിരുന്നു എന്ന് അല്ല. ആയിരുന്നു എങ്കിൽ അത് 2 ശ്രമങ്ങളിലൂടെ അല്ലാതെ ഒറ്റ ശ്രമത്തിൽ തന്നെ ഏത് കണ്ണുപൊട്ടനും സാധ്യമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ കോമൺ സെൻസ് ഉള്ള ഏത് വ്യക്തിയും എത്തിച്ചേരുന്ന ഒരേ ഒരു നിഗമനം എന്ന് പറയുന്നത് നിമിഷപ്രിയയ്ക്ക് തലാലിനെ മയക്കണം എന്നുള്ള മിൻസ്രിയ, അതും ഒരു കുറ്റകൃത്യമാണല്ലോ, മാത്രമാണ് ഉണ്ടായിരുന്നത്. മറിച്ച് അയാളെ കൊല്ലണമെന്നുള്ള മിൻസ്രിയ ആയിരുന്നില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി നാം കൂട്ടി വായിക്കേണ്ടത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ആ കുഞ്ഞു വീഡിയോ ഒന്ന് കാണുക. അവർ പറയുന്നത് അവിടുത്തെ ഒരു പോലീസിലുള്ള ഒരു സുഹൃത്തിനെ വിളിക്കുന്നു. ആ സുഹൃത്തിനെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറയുന്നു, ഓ മരിച്ചു എന്ന് കരുതിയിട്ട് ഇയാൾ നൈസായിട്ട് അങ്ങ് സ്കൂട്ടാവുന്നു. പണിക്കർ പറയുന്നത് ഈ മരണശേഷം വിളിച്ചപ്പോൾ മരിച്ചു എന്ന് അറിഞ്ഞതുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൈമലർത്തി എന്നാണ്. അതായത് മരിച്ചില്ലായിരുന്നു എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൈമലർത്തില്ലായിരുന്നു എന്നാണ് പണിക്കരുടെ നിഗമനം. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഗൂഢാലോചന നടന്നിരുന്നു എങ്കിൽ തന്നെയും അത് മയക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ള ഒരു ഇൻഫറൻസ് അല്ലേ നമുക്ക് വരയ്ക്കാൻ കഴിയും. അപ്പോൾ പണിക്കരുടെ 2 സിദ്ധാന്തങ്ങൾ, ഒന്ന് ഗൂഢാലോചന സിദ്ധാന്തം, 2 മെൻസറിയ സിദ്ധാന്തം. ആ 2 സിദ്ധാന്തങ്ങളും 2 വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 2 സിദ്ധാന്തങ്ങൾക്കും ഒരേ വഴിയിൽ കൂടി യാത്ര ചെയ്യാൻ ഇവിടെ കഴിയുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തുടർന്ന് രാഹുൽ ഈശ്വറിനുള്ള മറുപടിയിൽ പണിക്കർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരണത്തിന് ശേഷം ശരീരത്തെ പല കഷണങ്ങളായി വെട്ടി ഞുറുക്കിയത് കാണിക്കുന്നത് നിമിഷപ്രിയയ്ക്ക് തലാലിനെ വധിക്കാനുള്ള മെൻസറിയ ഉണ്ടായിരുന്നു എന്നാണ്. പണിക്കർക്ക് ഈ മെൻസറിയ എന്താണെന്ന് അറിയില്ല എന്നുള്ള ഒരു കാര്യമാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. മെൻസറിയ എന്ന് പറയുന്നത് ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന നിമിഷം അദ്ദേഹത്തിനുള്ള ദുഷ്ടകരമായ മനസ്സ്, അല്ലാതെ അതിന് മുമ്പോ അതിന് ശേഷമോ ഉള്ള മനസ്സ് അല്ല. ആ മുമ്പോ പിമ്പോ അയാൾ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താൽ അത് മറ്റൊരു മെൻസറിയെ അടിസ്ഥാനപ്പെടുത്തി ആണ്. അതൊരു മറ്റൊരു കുറ്റമാണ്, അതിനുള്ള ശിക്ഷ മറ്റൊന്നാണ്.
അല്ലാതെ പല കുറ്റങ്ങളുടെ മെൻസ്രിയകളെ നമുക്ക് ഒരുമിച്ച് യോജിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ മരണശേഷം ആ ഡെഡ് ബോഡിയെ പല കഷ്ണങ്ങളാക്കി മാറ്റിയത് ഒരു കുറ്റമാണെന്നും അതിനു പുറകിൽ ഒരു മെൻസ്രിയ ഉണ്ടായിരുന്നുവെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ആ മെൻസ്രിയയെ കൊണ്ടുവന്നിട്ട് കൊല്ലാനുള്ള മെൻസ്രിയയുമായിട്ട് കണക്ട് ചെയ്യാൻ യാതൊരു വിധത്തിലും നിയമപരമായി സാധിക്കുന്നത് അല്ല. ആ കുറ്റകൃത്യത്തിന്റെ പേരാണ് തെളിവ് നശിപ്പിക്കൽ, അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയോട് അനാദരവ് കാട്ടൽ. ഈ വക വകുപ്പുകളിൽ ഒക്കെ ആയിരിക്കും ആ കുറ്റവും അതിനുള്ള മെൻസറിയെയും പരിശോധിക്കപ്പെടുന്നത്. അല്ല എങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻ ആലോചിക്കാം. അതായത് മാനസിക രോഗത്തിന് ചികിത്സയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു കൊലപാതകം ചെയ്യുന്നു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ചാർജ് ചെയ്യപ്പെടുന്നു, ട്രയൽ ചെയ്യപ്പെടുന്നു. കോടതിയിൽ അദ്ദേഹം എടുക്കുന്ന ഡിഫൻസ് എന്തായിരിക്കും? ഞാനൊരു മാനസിക രോഗി ആണ്, ഈ കൊലപാതകം നടത്തിയത് എനിക്ക് അറിയുക പോലും ഇല്ല, ഞാൻ മാനസിക വിഭ്രാന്തിയിൽ ആയിരുന്നു, എനിക്ക് മെൻസറിയ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഡിഫൻസ് ആയിരിക്കും തീർച്ചയായിട്ടും എടുക്കുക. പക്ഷേ അവിടെ അത് കോടതി പരിഗണിക്കില്ല. കോടതി പരിഗണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ കുറ്റകൃത്യം കൊലപാതകം ചെയ്ത നിമിഷം ഇദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നാണ്. അക്കാര്യം തെളിയിക്കേണ്ടത് ഈ അക്യൂസ്ഡ് പേഴ്സൺ ആണ്, അല്ലാതെ പ്രോസിക്യൂഷൻ അല്ല. ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് കുറ്റകൃത്യം ആയാലും ഈ മെൻസ് റിയ എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അതില്ലാതെ ആരെയും തന്നെ ഈ ലോകത്ത് ഒരിടത്തും ശിക്ഷിക്കാൻ സാധിക്കില്ല. കാരണം എപ്പോൾ ഒരാളെ ശിക്ഷിച്ചാലും അത് ഇയാൾ കുറ്റം ചെയ്തു എന്നുള്ള ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ കുറ്റം ചെയ്യണം എന്നുണ്ടെങ്കിൽ മെൻസ് റിയ ഈസ് എ മസ്റ്റ്. ഈ പണിക്കർ മറുപടി പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 3 പേർ ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. അദ്ദേഹം തന്നെ പറയുന്നു കോടതികളിൽ ആ ഗൂഢാലോചന തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ ചോദ്യം പണിക്കരെ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഗൂഢാലോചനയിൽ പങ്കാളി ആയിരുന്നല്ലോ. ഗൂഢാലോചന ഇറ്റ്സെൽഫ് ഈസ് എ ക്രൈം എന്നാണ് നിയമം പറയുന്നത്. അങ്ങനെ ആണ് എങ്കിൽ എന്തുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനെ ചാർജ് ചെയ്തില്ല? എന്തുകൊണ്ട് അയാളെ ട്രയൽ ചെയ്തില്ല? എന്തുകൊണ്ട് അയാളെ ശിക്ഷിച്ചില്ല? ഈ ചോദ്യങ്ങൾക്ക് പണിക്കർ തീർച്ചയായും മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അല്ലാത്ത പക്ഷം താങ്കളുടെ നീതി ബോധം തിരുത്താൻ തയ്യാറാകണം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നാം ഇതുപോലെ കൂട്ടി വായിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ തന്നെ ഒരു ധാരണയിൽ എത്തിച്ചേരാൻ കഴിയും. അല്ലാതെ മനോരമ ഓൺലൈൻ റിപ്പോർട്ടിനെ മാത്രം വായിച്ചിട്ട് കണ്ടെത്തലുകൾ നടത്തുകയും നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും നീതി ബോധം രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഴികളിൽ നാം അറിയാതെ പോയി ചാടും. അത്തരത്തിൽ ഉള്ള ഒരു കുഴിയിലാണ് പ്രിയപ്പെട്ട പണിക്കർ ഇപ്പോൾ പെട്ടുകിടക്കുന്നത്. ആധികാരികമായ നിഗമനങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ ഒരു കാര്യത്തെ നാം സംശയദൃഷ്ടിയോട് കൂടി തന്നെ സമീപിക്കണം. അല്ലാതെ കണ്ണുമടച്ചൊരു കാര്യം വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുപറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇവിടെ എനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നുന്നത് നിമിഷപ്രിയയെയും പണിക്കരെയും തമ്മിലാണ്. അതായത് നിമിഷപ്രിയ ഏത് രീതിക്കാണോ തലാലിൽ ഈ മയക്കുമരുന്ന് കുത്തിവച്ചത്, അതേ സ്റ്റാൻഡേർഡിലാണ് നമ്മുടെ പണിക്കർ ഈ നിമിഷപ്രിയ കേസിനെ അനലൈസ് ചെയ്യുന്നതും നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതും. ആ 2 പേർക്കും അതാത് വിഷയങ്ങളിൽ പ്രാഗൽഭ്യം ഇല്ല എന്ന് അവർ തന്നെ തെളിയിച്ചിരിക്കുന്നു. പണിക്കർ വളരെ നിസ്സാരമായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിമിഷപ്രിയയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അവർക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു പരാതി കൊടുത്തിട്ട് പരിഹാരം കണ്ടെത്തിക്കൂടായിരുന്നു എന്നാണ്. എന്നാൽ കഴിഞ്ഞ 17-ാം തീയതി ഞാൻ i2i ചാനലിൽ കോട്ടയംകാരനായ ബിനോയ് എന്ന ഒരു വ്യക്തിയുടെ വോയിസ് ക്ലിപ്പ് കേൾക്കുകയുണ്ടായി. അദ്ദേഹം 2 വർഷത്തോളം യമനിലെ ഒരു ആശുപത്രിയിൽ തിയേറ്ററിൽ ജോലി ചെയ്യുക ആയിരുന്നു. അദ്ദേഹം അവിടുത്തെ യഥാർത്ഥത്തിലുള്ള അവസ്ഥകൾ വിവരിക്കുന്നുണ്ട്. അവിടെ സാധാരണഗതിയിൽ ഒരു കൈക്കുഞ്ഞുമായി ആശുപത്രിയിൽ പോവുകയാണെന്ന് വിചാരിക്കുക. അതിനൊരു ഓപ്പറേഷന്റെ ആവശ്യം ഉണ്ട്. ഓപ്പറേഷൻ നടക്കുന്ന വേളയിൽ എന്തെങ്കിലും മരുന്നോ മറ്റോ ആവശ്യമായി വരികയാണെങ്കിൽ ഈ ആശുപത്രിക്കാർ ഈ കുട്ടിയുടെ ബന്ധുക്കളെ തെരഞ്ഞാൽ അവരെ കണ്ടെത്താൻ സാധ്യമല്ല. അവർ എവിടെയെങ്കിലും കൂട്ടമായി പോയിരുന്ന് ആഹാരം മറ്റും കഴിച്ചിട്ട് അർമാദിക്കും. ഇതേ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അർമാദിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ 12 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികളുടെ കയ്യിൽ ഒന്നുകിൽ കത്തി കാണും, ഇല്ലെങ്കിൽ തോക്ക് കാണും.
ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂര കൃത്യങ്ങൾ നടക്കുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും ആയ ഒരു രാജ്യം ആണ് നമ്മുടെ യമൻ. അവിടുത്തെ പഴയ പ്രസിഡന്റിനെ വെടിവെച്ചു കൊന്നു ഹൂത്തിക്കാര്. ഇപ്പോൾ ഈ അന്നുണ്ടായിരുന്ന സർക്കാരിന്റെ നിയന്ത്രണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമാണ്. ഇപ്പോൾ നിമിഷപ്രിയ കിടക്കുന്ന ജയിൽ എന്ന് പറയുന്നത് ഹൂത്തികളുടെ അധികാരത്തിന് അടിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഉള്ള ക്രൂരമായ നിഷ്ഠൂരമായ നീതിന്യായ വ്യവസ്ഥകൾ നിലനിൽക്കുന്ന യമനെ പോലെ ഉള്ള ഒരു രാജ്യവുമായിട്ടാണ് പണിക്കർ കമ്പാരിസൺ നടത്തുന്നത്. പണിക്കർക്ക് യമനിലെ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല. അദ്ദേഹം പറയുന്നത് അവിടെ 2 കോടതികളാണ് നിമിഷപ്രിയയുടെ കേസ് പരിഗണിച്ചത് എന്നാണ്. അതിനുശേഷം അവർ വസ്തുനിഷ്ഠമായിട്ട് കേസ് പരിഗണിച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത് എന്നും നിമിഷപ്രിയയ്ക്ക് ആവശ്യമായ എല്ലാ വിധത്തിലും ഉള്ള നിയമസഹായം ലഭ്യമായിരുന്നു എന്നും അവർക്ക് അവരുടെ വാദമുഖങ്ങൾ ഉന്നയിക്കാനും സ്പഷ്ടീകരിക്കാനും നീതി തേടാനും കഴിയുമായിരുന്നു എന്നും എന്നിട്ടും അവർ പരാജയപ്പെട്ടു എന്നും അതിനാൽ അവർ ശിക്ഷാർഹയാണ് എന്നുമാണ് പണിക്കരുടെ കണ്ടെത്തൽ. എന്നാൽ എൻ്റെ പൊന്നു പണിക്കരെ, അവിടെ 3 ലെയറായിട്ടുള്ള സംവിധാനം ആണ് ഉള്ളത്. അതായത് ദ കോർട്ട് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസ്, അതായത് ട്രയൽ കോടതി, പിന്നെ അപ്പലേറ്റ് കോടതി, പിന്നെ വന്നിട്ട് സുപ്രീം കോടതി. അതിനു മുകളിലാണ് പ്രസിഡന്റിന് ദയാ ഹർജി അനുവദിക്കാനുള്ള പ്രൊവിഷൻ. അനുവദിച്ചാൽ തന്നെ അതിന്റെ ഭാവി എന്താണെന്ന് നാം ആദ്യമേ കണ്ട് കഴിഞ്ഞു. നാം അറിയണം, നിമിഷപ്രിയയ്ക്ക് ട്രയൽ കോടതിയിൽ യാതൊരു വിധത്തിലും ഉള്ള നിയമസഹായം ലഭ്യമായിരുന്നില്ല. ആ കേസിന്റെ വിധി കഴിഞ്ഞിട്ട് അപ്പീലിൽ പോയ സമയത്താണ് സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ഇടപെട്ടിട്ട് എന്തൊക്കെയോ സഹായങ്ങൾ വക്കീലിനും മറ്റും വച്ച് കൊടുത്തത്. ഒരു ട്രയൽ കോടതിയിലാണ് യഥാർത്ഥത്തിൽ ഒരു കേസ് നടക്കപ്പെടുക. കാരണം അവിടെയാണ് ഈ തെളിവ് എടുപ്പും സാക്ഷി വിസ്താരവും ക്രോസ് വിസ്താരവും ഒക്കെ നടക്കുന്നത് ട്രയൽ കോടതിയിൽ ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ട്രയൽ കോടതി ഒരു തീരുമാനത്തിൽ എത്തും. അത്തരത്തിൽ ട്രയൽ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ മാത്രം നിയമപരമാണോ അല്ലയോ എന്ന് മാത്രമാണ് അപ്പീൽ കോടതികളിൽ പരിശോധിക്കപ്പെടുക. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ട്രയൽ കോടതിയിലാണ് നിമിഷപ്രിയയ്ക്ക് നിയമസഹായം ലഭിക്കാതെ ഇരുന്നത്. കൂടാതെ നാം ആദ്യം പറഞ്ഞതുപോലെയുള്ള കാര്യം കൂടി ഓർമ്മിക്കണം, അവിടെ മുസ്ലിംസിനും നോൺ മുസ്ലിംസിനും ഒരേ കോടതിയിൽ നിന്നും ഒരേ കേസിൽ 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏവർക്കും തന്നെ മനസ്സിലാക്കാം. പണിക്കരുടെ നീതിബോധം എന്തായാൽ തന്നെയും അത് നിമിഷപ്രിയയോ അവരുടെ കുടുംബത്തെയോ ഈ സമൂഹത്തെയോ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. എങ്കിൽ തന്നെയും എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇത്തരം നിയമപരമായ വിഷയങ്ങളിൽ ദയവ് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ജനങ്ങളോട് വിളിച്ചു പറയുക. കാരണം അവർ താങ്കളെ ബഹുമാനിക്കുന്നു, വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തെറ്റ് മനുഷ്യ സഹജം ആണ്. താങ്കൾക്ക് ഒരു തെറ്റ് പറ്റിയെങ്കിൽ താങ്കൾ അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ താങ്കളുടെ വിലയും നിലയും ഉയരുകയേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും അതിന് ഒരു കോട്ടവും സംഭവിക്കില്ല. അപ്പോൾ ഇതുവരെ ഉള്ള ഈ ഡിസ്കഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, പണിക്കരുടെ നീതിബോധം വട്ട 0 ആണ്. അത് തന്നെയാണ് സുപ്രീം കോടതിയും പറഞ്ഞത്. എന്തായാലും സുപ്രീം കോടതിയുടെ നീതിബോധത്തിന്റെ മുകളിലാണ് പണിക്കരുടെ നീതിബോധം എന്നുള്ള ഒരു വീഡിയോയുമായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുമോ എന്നുള്ളതാണ് എനിക്കിപ്പോഴുള്ള ഭയം. എനിക്ക് ശ്രീജിത്തിനോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, താങ്കൾ പറയുന്നത് പോലെ യൂണിവേഴ്സൽ അല്ല ഈ നീതിബോധം എന്ന് പറയുന്ന കാര്യം. താങ്കൾ ഈ മനോരമ റിപ്പോർട്ട് വായിക്കുന്നതിന് പകരം വിക്ടർ ഹ്യൂഗോയുടെ ദ ലെസ് മിസറബിൾസ് എന്ന ബുക്ക് വായിച്ചിട്ട് അതിലെ ജീൻ വാൽജീനിന്റെ കഥ വായിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ താങ്കളുടെ നീതിബോധം ഇത്രമാത്രം തരം താഴപ്പെടുക ഇല്ലായിരുന്നു. എന്തായാലും പണിക്കരുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം ഞാനുമായി ഈ വിഷയത്തിൽ ഒരു സംവാദത്തിന്, ഓപ്പൺ സംവാദത്തിന് തയ്യാറാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാത്ത പക്ഷം പണിക്കർ ഉന്നയിച്ചതും ഞാൻ ഇവിടെ പരിഗണിക്കാത്തതും ആയ മറ്റ് നിയമവശങ്ങളെ സംബന്ധിച്ച മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.